ഹലോ കൂട്ടുകാരെ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചുക്കുട്ടി ചീര ഉപ്പേരിയാണ്, ചെറുപയർ കഞ്ഞി. അപ്പോൾ ചുക്കുട്ടി ചീര ഉപ്പേരി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ചട്ടി ചൂടായി എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചെറുള്ളി, പച്ചമുളക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ മുമ്പ് ലേശം കടുക് ഇട്ട് കൊടുക്കാം. ഒരു ശകലം കടുക്, അതിനുശേഷം പച്ചമുളക്, ചെറിയുള്ളി നിറയെ ഇടണം. ഞാനിതിന് ഒരളവായിട്ട് ഇട്ടിട്ടുള്ളൂ. നല്ലോണം ഇളക്കി കൊടുക്കാം. കുറച്ചും കൂടി ചെറിയുള്ളി ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ കുറച്ചിട്ടിട്ടുണ്ട്, അത്യാവശ്യം ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ചീര നല്ല കഴുകി അരിഞ്ഞ് വെച്ചതാണ്. ഇതിൻ്റെ തണ്ടാണ് ഇപ്പോൾ നമ്മൾ വേവാനിട്ടത്. ഇതിൻ്റെ ഇങ്ങനെയുള്ള തണ്ടുകൾ ആദ്യം ഒന്ന് വേവിച്ചെടുത്തിട്ട് പിന്നെ ഇതിടാം. അപ്പോൾ ഉള്ളിയും പച്ചമുളകും നല്ല വാടിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് തേങ്ങ ഇടാം. മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഇടാം. ഞാൻ മഞ്ഞൾപ്പൊടി ഇടുന്നില്ല. അപ്പുറത്ത് ചെറുപയർ കഞ്ഞി വെന്തിട്ടിരിക്കുന്നുണ്ട്. അപ്പം അത് കഞ്ഞി ആയി. ഇതിൻ്റെ തണ്ടിട്ട് കൊടുക്കുക. അല്ലേ, തണ്ടിട്ട് കൊടുക്കുക. ചീര നല്ല കഴുകി ഒന്ന് നോക്കട്ടെ. തണ്ട് ഏകദേശം ആയിരുന്നു, കുറച്ചായിരുന്നു. അപ്പോൾ കുറച്ചും കൂടി ഇല്ലത് ഇട്ട് കൊടുക്കുക. ചട്ടി കുഞ്ഞിച്ചട്ടിയിൽ കൊള്ളുകയാണോ, വെന്ത് വരുമ്പോൾ ശരിയാവും.
വയ്ക്കാം. ഒന്ന് താഴട്ടെ. അപ്പോൾ നമുക്കൊന്ന് മൂടി തുറന്ന് നോക്കാം. കണ്ടില്ലേ, ഈ ലെവലിൽ ഇരിക്കുന്നു. ഇത് ഇതിൽ തന്നെ ചുങ്ങിപ്പോവും. ഈ ചട്ടി തന്നെ ചെയ്യണം. ഈ ചട്ടിയിൽ ചെയ്യാൻ നല്ല സുഖമാണ് പാചകം ചെയ്യാൻ. നല്ല ചട്ടിയാണ്, വേഗം ചൂടാവും. അതിന് വേണ്ടിയിട്ടത് ചെയ്യണം. അപ്പോൾ വേഗട്ടെ, ഒന്നുകൂടി മൂടി വയ്ക്കാം. വേഗട്ടെ. അപ്പോൾ കൂട്ടുകാരെ, ഇനി നമുക്ക് ഇത് ഏത് ലെവൽക്കായി എന്നൊന്ന് നോക്കട്ടെ. ഉപ്പൊക്കെ ഉണ്ടോ, ഏത് ലെവൽക്കായി. കണ്ടില്ലേ, അത്ര ചീര നമ്മളിട്ടില്ലേ, അത്ര ചീര ചുങ്ങി ഇത്രയായി. അതാണ് ഈ ചട്ടിയുടെ ഗുണം. ചട്ടി നല്ല ചൂടാണ്, വേഗം വേഗം സാധനങ്ങളാവും. ഈ ചട്ടി വാങ്ങിയത് നമ്മളെ ബഡാ ബസാറിൽ നിന്നാണ്, മണ്ണാർക്കാടത്തെ. സൂപ്പർ ചട്ടിയാണ്. അപ്പോൾ എല്ലാവരും പോയിട്ട് ഓരോ ചട്ടിയൊക്കെ വാങ്ങി നോക്കുക. ഇതിൽ ഉപ്പ് പോരാ, ഉപ്പിട്ട് നോക്കട്ടെ. കുറച്ചും കൂടി ഉപ്പിടണം. ഇനി ഒന്നും കൂടി ചുങ്ങിപ്പോണത്. ഈ ചീര, ചുക്കിട്ടി ചീര വയറ്റിൽ പുണ്ണിനൊക്കെ നല്ലതാണെന്ന് പറയും. വായപ്പുണ്ണ്, കുടൽപ്പുണ്ണ്, ഇതിനൊക്കെ നല്ലതാണെന്ന് പറയും. പക്ഷെ ഇതധികം കിട്ടാനില്ല. എപ്പോഴെങ്കിലും ഒന്ന് പേട്ടൻ എവിടുന്നോ ഒരു കെട്ട് ചീര കിട്ടിയിട്ട്, പിന്നെ കാട്ടിലുള്ളവരോടൊക്കെ പറഞ്ഞു വെക്കണം. അപ്പോൾ ആരെങ്കിലുമൊക്കെ കൊടുന്നു തരും. കടയിലുണ്ടെങ്കിൽ തന്നെ വേഗം കടക്കാർക്ക് കിട്ടുമ്പോഴേക്ക് ആൾക്കാർ വാങ്ങിയിട്ട് പോകും. മരുന്നല്ലേ, അതുകൊണ്ട് എല്ലാവരും ചുക്കുട്ടി ചീര കണ്ട വാങ്ങും. ഞാൻ നാട്ടിലിരിക്കുമ്പോഴൊന്നും കഴിച്ചിട്ടില്ല. ഇവിടെ അട്ടപ്പാടിയിൽ കല്യാണം കഴിച്ച് വന്നതിന് ശേഷമാണ് ഈ ചീര ഇവിടെ വന്നിട്ടാണ് കഴിക്കുന്നത്. നല്ല ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. തേങ്ങ ഇടണം, തേങ്ങ ഇട്ടില്ലെങ്കിൽ കയപ്പുണ്ടാവും. അപ്പം ഇനി ഇതൊന്നും കൂടി വേകട്ടെ. ഒന്നുകൂടി വേകട്ടെ. അപ്പോൾ നമ്മുടെ ചീര റെഡി ആയിട്ടുണ്ട്. ചീര ഉപ്പേരി, ചുക്കുട്ടി ചീര ഉപ്പേരി ഈ ലെവൽക്കായി. അത്ര ചീര ഇട്ടിട്ട് ഇത്രയായില്ലേ, ചുങ്ങിയിട്ട് ഇത്രയായി. കറണ്ട് പോയിട്ടോ, അതുകൊണ്ട് ഇരുട്ടത്താണ് പണി. ശരി, അപ്പം ഞങ്ങളെ ചുക്കുട്ടി ചീര ഉപ്പേരി ഇതിൻ്റെ കൂടെ മീൻ വറുത്തതും ഉണ്ട്. ചുക്കുട്ടി ചീര ഉപ്പേരി. അപ്പോൾ കറണ്ട് ഇല്ല, ഇരുട്ടത്താണ്. അപ്പോൾ ഞങ്ങൾ ചെറുപയർ കഞ്ഞിയാണിത്.
അപ്പോൾ തന്നെ ഞങ്ങളെ ചുക്കുട്ടി ചീര ഉപ്പേരി. താങ്ക് യു. ഇനി കഞ്ഞി കുടിക്കട്ടെ.